ഹലോ എവ്രി വൺ ഫ്രം ബാംഗ്ലൂർ എയർപോർട്ട്. അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ഇത്തവണ തായ്ലൻഡിലാണ് പോകുന്നത്. തായ്ലൻഡിൽ ബാങ്കോക്ക് ആൻഡ് ഫുക്കറ്റ്. അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇവിടെ ലൗഞ്ചിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇൻഡിഗോയിലാണ് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. कैबिन में हवा का दबाव कम होने पर ऑक्सीजन मास्क आपकी कुर्सी അങ്ങനെ 4 മണിക്കൂറിൻ്റെ നമ്മുടെ ജേർണി കഴിഞ്ഞ് സുവർണഭൂമി എയർപോർട്ടിലെത്തി. ഇവിടെ നമുക്കൊരു ടാക്സി ഉണ്ട്, അവർ നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഹോട്ടലിലെത്തി. ഇവിടെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. നോക്ക്, പുറത്തേക്ക് നോക്ക്, പുറത്തേക്ക് നോക്ക്, പുറത്തേക്ക് നോക്ക്. അപ്പോൾ നിങ്ങളിവിടെ കണ്ട ഇത് ഈ ഒരു ഹോട്ടൽ നമ്മുടെ മെട്രോ സ്റ്റേഷനടുത്താണ്. അപ്പോൾ ഞങ്ങൾക്ക് പോയി വരാനെല്ലാം കുറച്ചുകൂടി ഈസി ആവും. അതാണ് ഈ ഒരു ഹോട്ടൽ നമ്മൾ ചൂസ് ചെയ്യാൻ കാര്യം. വേഗം പോയിട്ട് നമുക്ക് ഇനി റൂം കാണാം. മൈക്രോവേവ് പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങൾ കണ്ട ഒരേ ഒരു സംഭവം ഇതാണ്. Feminine wash, posterior wash, enema. It has a sprayer and all that, so it's kind of like very high-end commode. അപ്പോൾ നമുക്ക് 2 മുറിയുണ്ട് അല്ലേ, കണക്റ്റിംഗ് റൂംസ്. very fancy. I didn't know it was like 2 rooms. I thought it was 1 room. ഇന്നത്തെ നമ്മുടെ ലഞ്ച് വന്നു. ചിക്കൻ പാഡ് തായ് ആൻഡ് മാംഗോ സ്റ്റിക്കി റൈസ്. എന്താ ഭംഗിയല്ലേ. ഡേ 1 ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഓവർലോഡ് ചെയ്യുന്നില്ല. ഇന്നാകെ ഒരു സ്ഥലത്ത് മാത്രമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. മാഡം ടുസാഡ്സ് വാക്സ് മ്യൂസിയം. സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ മെഴുക് വെച്ചുള്ള പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത് പലയിടത്തുണ്ട് കേട്ടോ, പക്ഷേ ബാങ്കോക്കിൽ ഇതുള്ള സ്ഥിതിക്ക് നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാങ്കോക്ക് സിറ്റി വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് ഒരു മോളിൻ്റെ ഉള്ളിലാണ്, സിയാം പാരഗൺ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള മോളിൻ്റെ ഉള്ളിൽ. അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. The handle is stuck. Flag. This is the president of China. Who is this, Nivu? Hey, there was a stand here. Stand next to it. Look at this. Look at that. റിയൽ കോഫി അല്ല ബേബി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ട്രാഫിക്കിൽ നിന്ന് ബാങ്കോക്ക് ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. ഇവിടെയും ട്രാഫിക്ക് വളരെ മോശമാണ്. അപ്പോൾ എവിടെ പോകാനാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ബഫർ ടൈം വെച്ച് വേണം ഇറങ്ങാൻ. Thailand, we go up rice farm. On the north we have wood. On the northeast we have fruit, no? On the south we have rubber, no? On the west we have gemstone. City we go now is famous for coconut.
ഇവർ നമ്മുടെ ടൂർ ഗൈഡാണ് കേട്ടോ. അപ്പം നമ്മുടെ തായ്ലൻഡിൽ പല ഭാഗങ്ങളിൽ ഏതൊക്കെ കൃഷിയാണ് നടക്കുന്നത്, പിന്നെ കോക്കനട്ടിനകത്തുനിന്ന് ഈ കോക്കനട്ട് ഷുഗർ ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അതൊക്കെയാണ് അവർ നമുക്കിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന കാര്യം ഇവിടുത്തെ കൾച്ചറൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങളെല്ലാം ഒരു 3 times 4 times വില കൂട്ടിയാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബാത്ത് വളരെ സൂക്ഷിച്ച് ചിലവാക്കുക, നല്ലോണം ബാർഗെയിൻ ചെയ്യണം. ഭയങ്കര ലൈവ്ലി മാർക്കറ്റാണ്. 2 സൈഡിലും ആൾക്കാർ പല ഐറ്റംസ്, ഹാൻഡിക്രാഫ്റ്റ്, ഫുഡ് ഐറ്റംസ്, പിന്നെ ഇതുപോലെ ബാഗ്സ്, ഫുട്വെയർ എല്ലാം ബോട്ടിലും കടകളിലുമായിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ആ കോഴീനെ ശ്രദ്ധിച്ചോ? അത് സാധാരണ കോഴിയല്ല കേട്ടോ. ഇവിടുത്തെ ഒരു ഭയങ്കര വലിയ കോമ്പറ്റീഷനിലെ ഗോൾഡ് മെഡലിസ്റ്റ് കോഴിയാണ്. നമുക്ക് വാങ്ങാടാ. നമുക്ക് ഇതിലും അടിപൊളി എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാം കേട്ടോ. എട്ട് മണിക്കൂറാണ് നമ്മളുടെ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ട്രിപ്പ് എടുത്തത്. അപ്പോൾ തിരിച്ചു വന്നു. ഇനി ഡിന്നർ കഴിക്കാനുള്ള സമയമായി. ഡിന്നർ കഴിക്കാൻ നമ്മുടെ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു മോളിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. നേരെ ഇതാ ഇപ്പോൾ മോളിൽ വന്നേക്കുവാണ്. അപ്പോൾ മോളിൽ വന്നപ്പം നമ്മൾ കണ്ടത് ഓരോ ഫ്ലോറും ആക്ച്വലി പറഞ്ഞാൽ ഓരോ സിറ്റീനെയാണ് ഡെപ്പിക്റ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊരു റോമൻ സ്റ്റൈലിലാണ്. മേളിലത്തെ ഫ്ലോറ് ലണ്ടൻ, ന്യൂയോർക്ക് അങ്ങനെയായിട്ടാണ് അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ എലിവേറ്റേഴ്സ് ആണെങ്കിൽ എന്താ പറയുക, ഒരു എയർപോർട്ട് തീമിലാണ്. അപ്പം അതൊരു യുണീക്ക് സംഭവമാണ് ഈ മോളിൽ ഞങ്ങൾ കണ്ടത്. ഡിന്നർ കഴിക്കണം, പിന്നെ പറ്റുവാണെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. ക്രോക്സ് വാങ്ങണം എന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ അപ്പം മോളിൽ വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് സി ഇവിടെ വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ലെറ്റ്സ് ഗോ എക്സ്പ്ലോർ. This is the next floor. It's like an airport, I think they set it up. Tokyo. Oh, I think this connects to the train station. Right. So this I think is the train station. Yeah. Right. Crocs ഉണ്ട് ഇവിടെ. നമ്മൾ ഇന്ന് ഇവിടുത്തെ ടെർമിനൽ 21 എന്ന് പറയുന്ന ഈ മെട്രോ സ്റ്റേഷനിൽ ഇവിടുത്തെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദ ഗ്രാൻഡ് പാലസ് കാണാൻ രാവിലെ തന്നെ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് വേഗം നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്. മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇവിടെ ഒരു കുട്ടൂസ് എടുത്തോണ്ട് പോയേക്കണു. നീ ഇതാണോ കഴിക്കാൻ പോണേ? നമ്മൾ മുട്ട കഴിച്ചില്ലേ? പൊട്ടിച്ചിട്ട് മൈക്രോവേവിനകത്ത് വെക്കാം. അപ്പം നല്ല ചൂടായിട്ട് നമുക്ക് കഴിക്കാം. ഹിയർ ഗോസ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. വെക്കട്ടെ.
നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡ് പാലസിൻ്റെ ഉള്ളിലുള്ള എമറാൾഡ് ബുദ്ധേൻ്റെ ടെമ്പിളാണ്. അതിവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് ബുദ്ധ സ്റ്റാച്ചു നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വരുവാണെങ്കിൽ എന്തായാലും എമറാൾഡ് ബുദ്ധേൻ്റെ ബ്ലെസ്സിങ്സ് എടുത്തിട്ട് വേണം പോകാൻ. പാലസ് എല്ലാം കണ്ടു, ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ പാലസ് കാണാൻ വരുന്നവർ ഡെഫിനറ്റായിട്ട് ഒരു അംബ്രല്ല ക്യാരി ചെയ്യണം. പിന്നെ വാക്കിംഗ് ഡിസ്റ്റൻസ് ആണെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷേ സ്റ്റേഷനിൽ നിന്ന് ഈ കുട്ടികളുമായിട്ട് വാക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ടുക് സർവീസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. കണ്ടില്ലേ, ഇവിടെ കരിക്കെല്ലാം നമ്മൾ മേടിച്ച് കഴിച്ച് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാങ്കോക്ക് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് ഫുക്കറ്റിലേക്കാണ്. ജസ്റ്റ് 1 hourൻ്റെ ബാങ്കോക്ക് ടു ഫുക്കറ്റ് വിയറ്റ് ജെറ്റിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. ടാക്സി പിടിച്ച് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഈ നോവോട്ടലിൻ്റെ ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ ലോബി ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല ഈ ഓർക്കിഡ് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി ഒരു ഹോട്ടൽ. ഇവിടുത്തെ പൂളും ഭയങ്കര സൂപ്പറാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ബാത്റൂം ഇനോഗ്രേറ്റ് ചെയ്യുന്ന മനൂണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം യാത്രയെല്ലാം കൊണ്ടായിരിക്കും രണ്ടുപേരും അത്യാവശ്യം ഉറക്കമായി. ഇവിടുത്തെ പൂള് പിന്നെ ഹോട്ടലിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ പൂൾ വ്യൂ ഉള്ള ഒരു റൂമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ കിഡിലൻ പൂള്. സ്വിംവെയറൊക്കെ ജാനം നിൽക്കുന്നത് ഇപ്പോൾ പൂളിൽ പോകാനല്ല കേട്ടോ. നമ്മളിന്ന് പോകാൻ പോണത് ഡോൾഫിൻസിനെ കാണാനാണ്. ഡോൾഫിൻ ബേയിൽ ഫുൾ വെള്ളമൊക്കെ ആയി നനഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മളിതാ ഇപ്പം ടൈഗർ കിങ്ഡമിലാണ്. ഇവിടെ ബേബി ടൈഗേഴ്സ് മുതൽ ജയൻറ്റ് ടൈഗേഴ്സ് വരെ ഉണ്ട്. പക്ഷേ കിഡ്സായിട്ട് വന്നേക്കുന്നതുകൊണ്ട് അവർ ബേബി ടൈഗേഴ്സിൻ്റെ കേജിലേ നമ്മളെ അലൗ ചെയ്യുള്ളൂ. അഡൾട്ട്സ് ആണെങ്കിൽ അവർക്ക് ജയൻറ്റ് ടൈഗേഴ്സിനെയും ടച്ച് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. ನೀವು ಹ್ಯಾಪಿ ಆಡ ಬರ ಟೈಗರ್ ಕಿಂಗ್ಡಮ್
ദൈവമേ, ഈ കേജിനകത്താണ് നമ്മളെ കയറ്റാൻ പോകുന്നത്. അപ്പോൾ വേറൊരു ഫാമിലിയുടെ ടേൺ ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ ടോക്കൺ തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മളെ വിളിക്കുമ്പം നമ്മളിതാ ഇതുപോലെ കേജിൻ്റെ ഉള്ളിൽ പോയിട്ട്, പക്ഷേ ഓഫ് കോഴ്സ് അവരെല്ലാവരും അത്യാവശ്യം ട്രെയിൻഡും അങ്ങനെയായിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ചെറിയൊരു പേടിയുണ്ട് എനിക്ക്. എന്നാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ പോകുന്നുള്ളൂ. The animals lost would see. ഈശ്വര, ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തായ്ലൻഡ് വരുവാണെങ്കിൽ ഇത് ബക്കറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. മീൻസ് ലൈഫിൽ ഒരു പുലീനെ തൊടാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. തായ്ലൻഡിൽ വരുവാണെങ്കിൽ തായ് മസാജ് എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ ഇന്നലെ ഇൻബാലൻസ് സ്പാ, നോട്ടലിനകത്തുള്ള ഇൻബാലൻസ് സ്പായിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്തു. ഭയങ്കര റിലാക്സിങ് ആണ്. നമ്മുടെ ബോഡിയൊക്കെ ഫുൾ റീജുവനേറ്റ് ആയിട്ടൊക്കെ തോന്നും. ഇന്ന് നമ്മൾ പോകുന്നത് ഫീഫി ഐലൻഡിലേക്കാണ്. അപ്പോൾ പട്ടോങ് സിറ്റിയിൽ നിന്ന് ഫീഫി ഐലൻഡിലേക്ക് യൂഷ്വലി ഫെറി സർവീസ് ഉണ്ട്. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ബീച്ചിൽ പോവുക, അടിച്ചു പൊളിക്കുക. ലാസ്റ്റ് ഡേ ആണ്. അപ്പം വേറെ ഒന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തില്ല. ഇവർക്ക് രണ്ടുപേർക്കും ബീച്ച് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഇതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പ്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് നമ്മുടെ. അപ്പം AC ഒരു ക്യാബിൻ പോലെ. അപ്പോൾ നോർമൽ ടിക്കറ്റ്സും ഉണ്ട്. പക്ഷേ ഐ വുഡ് സജസ്റ്റ് കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും ബെറ്റർ. കാര്യം പുറത്ത് നല്ല വെയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ലോങ് ജേർണി ആയിരിക്കും. അപ്പോൾ നമുക്ക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഫീഫി ഐലൻഡിലേക്ക് പോകാം. Machu. One. ഞങ്ങളുടെ ഈ തായ്ലൻഡ് ട്രിപ്പ് റാപ്പപ്പ് ചെയ്യാൻ സമയമായി. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ പോയ സ്ഥലങ്ങളുടെയോ അല്ലെങ്കിൽ താമസിച്ച ഹോട്ടലിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.